നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ മറുപടി എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരു വാക്യം തുടക്കം തന്നെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, ആദിമസഭയിലുള്ള അപ്പോസ്തലന്മാരും വിശ്വാസികളും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നു? അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അവരല്ല കുലുങ്ങിയത്, അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇന്ന് നമ്മളാണ് കുലുങ്ങുന്നത്, സ്ഥലം കുലുങ്ങുന്നില്ല. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പ്രാർത്ഥിച്ച ചിലര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്നല്ല, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം എന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാ. അന്ന് നമ്മൾ അന്യഭാഷയൊക്കെ പ്രാപിച്ചു, അന്യഭാഷയൊക്കെ പറഞ്ഞു. ആ അന്യഭാഷയായിട്ടാണ് നമ്മൾ ഇപ്പോഴും നടക്കുന്നത്. നമുക്കൊരു വാഹനമുണ്ടെന്ന് വിചാരിക്കൂ. ആ വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച 5 ലിറ്റർ അടിച്ചതാണ്. ഈ 5 ലിറ്റർ കൊണ്ട് ജീവിതകാലം മുഴുവൻ നമുക്ക് നമ്മുടെ വാഹനം ഓടിക്കാൻ പറ്റുകയില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വീണ്ടും വീണ്ടും പെട്രോൾ അടിക്കണം. നമ്മുടെ മൊബൈൽ ഫോൺ വീണ്ടും വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ടും നിറവ് കൊണ്ടും തൃപ്തിപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി മാറണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്നറിയാമോ? ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പേടിയാണ്. ഇപ്പോൾ ഞങ്ങൾ പരസ്യോധനൊക്കെ പോകുന്നു. ബുധനാഴ്ച 5 സ്ഥലങ്ങളിലാണ് പരസ്യോഗത്തിൽ പ്രസംഗിച്ചത്. ഒരു സ്ഥലത്ത് എനിക്കും പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നു. സാമിനും ദീപു പോൾ പാസ്റ്റർക്കും മാറി മാറി പാടാൻ കർത്താവ് കൃപ നൽകി. ഇങ്ങനെ പരസ്യമായി പാടാൻ, യേശുവിനെ സുവിശേഷം വിളിച്ചു പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്തു വേണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ പേടി വരും, ഭയപ്പെടും. ആളുകളെ നോക്കുമ്പോൾ, അവർ നമ്മളെ നോക്കുമ്പോൾ നമുക്കൊരു ഭയം തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒരു ശക്തിയെയും, ഒരു ദുർശക്തിയെയും നമ്മൾ ഭയപ്പെടുകയില്ല. ധൈര്യത്തോടെ ദൈവവചനമായിട്ട് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭിച്ചതിന് കാരണം ഇങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. എന്താണ് ഇങ്ങനെയുള്ള പ്രാർത്ഥന? അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലാണ് നമ്മുടെ വിഷയത്തിലും ദൈവത്തിൻ്റെ മറുപടി കിട്ടുകയുള്ളൂ. ഇതാണ് നമ്മുടെ ചിന്താ വിഷയമായിട്ട് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്? ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്? നമുക്കതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് ചിന്താ വിഷയമായി നമുക്ക് കൊണ്ടുവരാം. അതേ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിക്കാം. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ 40-ലധികം വയസ്സ് പ്രായമുള്ള മുടന്തനായ ഒരാള് ഇവരെ കണ്ടപ്പോൾ ഭിക്ഷ ചോദിച്ചു. പത്രോസ് വളരെ വിനയത്തോടുകൂടെ ആ ഭിക്ഷക്കാരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു,
ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അന്നത്തെ കാലഘട്ടത്തിൽ ഈ നാണയങ്ങൾ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും നിർമ്മിച്ച നാണയങ്ങളാണ്. ഈ നാണയത്തുട്ടുകളാണ് ഇവൻ ഭിക്ഷ ചോദിച്ചത്. പലരും കൊടുക്കുന്നുണ്ട്, പക്ഷേ പാവം അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഒരൊറ്റ നാണയം പോലും ഇല്ലായിരുന്നു. അവർ സാമ്പത്തികമായിട്ട് ശൂന്യത ഉള്ളവരായിരുന്നു. ഒന്നും അവർക്കില്ലായിരുന്നു. അതായിരുന്നു അവരുടെ അവസ്ഥ. കാരണം വിശ്വാസത്താലുള്ളൊരു ജീവിതം. സുവിശേഷം പ്രസംഗിക്കുന്നു, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങിക്കഴിക്കുന്നു. എന്തെങ്കിലും സ്തോത്രക്കാഴ്ച ആരെങ്കിലും കൊടുത്താൽ അതായിരുന്നു അവരുടെ വരുമാനം. ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ പാപം അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഒരു നാണയത്തുട്ട് പോലുമില്ലായിരുന്നു. അതാണ് അവർ രണ്ടുപേരും പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാളുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാള് ഞങ്ങളുടെ കൂടെയുണ്ട്. അതൊരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ നാമത്തിന്, ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ എന്തും ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്കുള്ളത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ വലം കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവന്റെ മുടന്തു മാറി നടന്നും തുള്ളിയും ആരാധിച്ചും കൊണ്ട് അവനും അവരോടൊപ്പം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയി. എല്ലാവരും അത്ഭുതപ്പെട്ടു, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുവാനിടയായി. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ കൈകളിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് നല്ല അറിവുണ്ട്. പൈസ സമ്പാദിക്കാൻ വേണ്ടി എന്ത് പരിപാടികളിലും ഇന്നത്തെ പല അപ്പോസ്തലന്മാർ, എല്ലാവരും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, ഒട്ടുമിക്ക ആളുകളും ഉപദേശം മാറ്റിവെക്കും, വചനം മാറ്റിവെക്കും, ഇല്ലാത്ത ശുശ്രൂഷകളുമായി വരും, ഇല്ലാത്ത പരിപാടികളുമായിട്ട് വരും. പണം ഉണ്ടാക്കാൻ എന്തെല്ലാം പരിപാടികൾ ഒപ്പിക്കാമോ അവരതിനു വേണ്ടി ഒപ്പിക്കും. സാധാരണ ഞങ്ങളുടെ ഇടയിൽ ഒരു കാര്യം പറയാറുണ്ട്, ഗൾഫിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും പോകുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ ഫ്ലൈറ്റ് കയറിക്കഴിഞ്ഞ എല്ലാവരും പ്രവാചകന്മാരാണ്. ഇഷ്ടംപോലെ പ്രവചിക്കാം. ഇപ്പോൾ പ്രവാചകന്മാരൊന്നും അവർക്ക് വേണ്ടാതായി, ഇങ്ങോട്ട് വരണമെന്നാണ് പറയുന്നത്. കാരണം പലതും ശരിയല്ലെന്ന് അവിടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാനിടയായി. കാലം കടന്നുപോയി. ഇവിടെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. അപ്പൊ ഇന്നത്തെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മുടന്തൻ അവിടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അവനോട് സുവിശേഷമൊക്കെ വ്യക്തമായിട്ട് പറയും. എന്നിട്ട് അവനൊരു നല്ലൊരു വീൽ ചെയർ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും. പൈസ ഉണ്ടല്ലോ. അതായത് നീ എല്ലാ കാലഘട്ടത്തിലും ഈ വീൽ ചെയറിൽ ജീവിച്ച് മരിച്ചോ. പക്ഷേ അന്നത്തെ അപ്പോസ്തലന്മാർക്ക് പണമില്ലായിരുന്നു, സാമ്പത്തികമില്ലായിരുന്നു, പക്ഷെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം യേശുവിൻ്റെ നാമത്തിൽ ഉപയോഗിച്ചപ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവം കൂടെ പറയട്ടെ, നമ്മളും ആ അപ്പോസ്തലന്മാരുടെ മനസ്സോടുകൂടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് നമ്മൾ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് മുമ്പിലും അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുവാൻ ദൈവം സഹായിക്കും. ഈ 40-ലധികം വയസ്സ് പ്രായമുള്ള ഈ മുടന്തനായ മനുഷ്യനെ ഇവർ സൗഖ്യമാക്കി. ഈ സൗഖ്യമാക്കിയതോടുകൂടി ആളുകളൊക്കെ കണ്ടപ്പോൾ യഹൂദന്മാർക്ക് പിടിവിട്ടുപോയി. ഇത് കൂടുതൽ ജനത്തിൻ്റെ ഇടയിൽ പരക്കരുത്, യേശുക്രിസ്തുവിനെ ആളുകൾ അറിയരുത്, യേശുവിന്റെ നാമത്തെ അറിയരുത്. ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കുമെന്നുള്ള വിവരം ആരും അറിയരുത്.
ജനത്തിൽ അധികം പരക്കാതിരിക്കാൻ യഹൂദന്മാർ പ്രമാണികൾ എന്ത് ചെയ്തു? പിടിച്ചു കൊണ്ടുപോയിട്ട് തർജ്ജനം ചെയ്തു. ഇനി ഒരക്ഷരം യേശുവിന്റെ നാമത്തിൽ മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ശരിയാക്കി കളയും. ഇന്നത്തെ അപ്പോസ്തലന്മാരാണെങ്കിൽ അന്നത്തോടെ പരിപാടിയെല്ലാം പൂട്ടിക്കെട്ടി ഇനി നമുക്ക് ശാന്തമായിട്ടിരിക്കാം, കുറെ കാലത്തേക്ക് ഇനി പ്രവർത്തിക്കാൻ പോവണ്ട എന്ന് പറഞ്ഞ് സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ കുറെ കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു പോകും. പക്ഷെ അപ്പോസ്തലന്മാർ അങ്ങനെയല്ലായിരുന്നു. അവരെന്ത് ചെയ്തു? ഇത് കേട്ടപ്പോൾ അവർ പേടിച്ചില്ല, അവര് പുറകോട്ട് പോയില്ല, അവര് സുവിശേഷ പ്രവർത്തനം നിർത്തിയില്ല. ഇവിടെ എന്താണ് നമ്മൾ വായിച്ചത്? അപ്പോസ്തലന്മാർ അവരാരടുക്കൽ ചെന്നു? അവരുടെ കൂട്ടാളികളുടെ അടുക്കൽ, അവരുടെ സഭയിലുള്ള ദൈവമക്കളുടെ അടുക്കൽ, മറ്റ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ, മറ്റു ദൈവമക്കളുടെ അടുക്കൽ അവരോടിച്ചെന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടായത്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്ന്, പ്രതിസന്ധിയിലും ഒരു വിഷയത്തിന് വിടുതൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അവരാദ്യം തന്നെ ദൈവത്തിൻ്റെ സഭയിലേക്ക് വരണം. വേറെങ്ങും പോകരുത്, അവിടെ ഇവിടെയും പോകരുത്. അവിടെ ഇവിടെയും പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല. ഇവിടെ അപ്പോസ്തലന്മാർ അവിടെയും ഇവിടെ ഒന്നും പോകാതെ അവരൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി അവർ നേരെ വന്നത് അവരുടെ സ്വന്തം സഭയിലേക്കാണ്. അവർ കൂട്ടാളികളുടെ അടുക്കിലേക്ക് ചെന്നു. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമുക്കൊരു രോഗമോ മറ്റെന്തെങ്കിലും ഒരു വിഷയമോ ഒരു പ്രശ്നമോ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ പാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും സഭാമക്കളുടെയും അടുക്കലേക്ക് നമ്മൾ വരണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ അപ്പോസ്തലന്മാർ കൂട്ടാളികളുടെ അടുക്കൽ, ദൈവസഭയുടെ അടുക്കലേക്ക് ചെന്നു. രണ്ടാമത്തെ കാര്യം അവിടെ കാണാൻ കഴിയുന്നത്, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇപ്പൊ ഇവരെ അടിച്ചു, ഇവരെ തർജ്ജനം ചെയ്തു. ഇനി യേശുവിന്റെ നാമത്തിൽ ഒരക്ഷരം പോലും ഇനി ആരോട് പറയാൻ പാടില്ല, ഇനി അങ്ങനെ ചെയ്താൽ ശരിയാക്കി കളയും എന്നെല്ലാം ഈ മൂപ്പന്മാരും പുരോഹിതന്മാരും ഇവരോട് കർശനമായി പറഞ്ഞതാണ്. ഈ സംഭവങ്ങളെല്ലാം സഭയിലുള്ള ദൈവജനത്തോട്, മറ്റ് ദൈവദാസന്മാരോട് ഇവര് ഒന്നും മറച്ചു വെക്കാതെ എല്ലാം പൂർണ്ണ ഹൃദയത്തോടെ അവരറിയിച്ചു. ഒന്നവർ ചെന്നിട്ട് കൂട്ടാളികളോട് തങ്ങൾ അനുഭവിച്ചത്, തങ്ങൾ കേട്ടത്, തങ്ങളോട് പറഞ്ഞത് എന്തെല്ലാമാണോ ABCD എല്ലാ കാര്യങ്ങളും ഒന്നും മറച്ചു വെക്കാതെ ദൈവസഭയോട് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നറിയാമോ? ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. ആ അധികാരം ഈ സഭയ്ക്ക് ഉള്ളത് കൊണ്ട് അപ്പോസ്തലന്മാർ, അവർ ചെറിയ ആൾക്കാരെല്ലാം ഓർക്കണം, അവർ മുന്നിൽ നിൽക്കുന്നവരാണ്. അവര് പോലും ദൈവസഭയിൽ വന്ന് മറ്റ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങളോട് എല്ലാ കാര്യങ്ങളും അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരു വിഷയത്തിന് വിടുതൽ ലഭിക്കണമെങ്കിൽ, മറുപടി ലഭിക്കണമെങ്കിൽ, ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ സഭയിൽ വന്ന് ആ കാര്യം പൂർണ്ണമായി പറയാൻ തയ്യാറാവണം. ഒന്നും മറച്ചു വെക്കാതെ, ഇന്നൊരു വിഷയത്തിൽ ഞാൻ പെട്ടിരിക്കുന്നു, ഇന്നൊരു വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു, അതിൽ നിന്ന് എനിക്ക് കരകയറണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, തുറന്നു പറയുമ്പോൾ തീർച്ചയായും അവിടെ ദൈവപ്രവൃത്തിയുടെ ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്. മൂന്നാമത്തെ കാര്യം അവിടെ കാണാൻ കഴിയുന്നത് 24-ാമത്തെ വാക്യം വായിച്ച്, 3:24 വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു,
അപ്പോസ്തലന്മാർ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭയിലുള്ള മറ്റാളുകൾ കേൾക്കാൻ തയ്യാറായി. ഞാൻ പറയട്ടെ, ഒരാൾ നമ്മളോടൊരു ഒരു വിഷമം വന്ന് പറയുമ്പോൾ എനിക്ക് ടൈമില്ല, വേറെ സമയം ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ആ വ്യക്തി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. ഇവിടെ ഈ സഭയിലുള്ള ആൾക്കാർ അങ്ങനെ തിരക്കൊന്നും കാണിക്കാതെ ഇവർ പറയുന്നതെല്ലാം ആദ്യം മുതൽ അവസാനം വരെ പറയാനുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറായി. അങ്ങനെയല്ലേ യാക്കോബിന്റെ പുസ്തകം പറയുന്നത്, നിങ്ങൾ പറവാൻ താമസമുള്ളവരും കേൾക്കാൻ വേഗതയുമുള്ളവരായി തീരട്ടെ. ഇന്ന് പലരുടെ പ്രശ്നം എന്നറിയാമോ? കേൾക്കാൻ നേരമില്ല, എല്ലാവർക്കും പറയണം. പണ്ടൊരിക്കൽ ഞങ്ങൾ 3 ദൈവദാസന്മാര് ഞങ്ങൾ കുറെ നേരം ഒരു സ്ഥലത്തിരുന്നിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ 2 പേര് വളരെ സങ്കീർണമായ ചില പ്രശ്നങ്ങളിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഞാൻ കേട്ടു, അവരുടെ ആ പ്രശ്നങ്ങൾ മുഴുവൻ കേട്ടു. ഇടയ്ക്കൊന്നും ഞാൻ സംസാരിച്ചില്ല, കുറെ നേരം ഇരുന്ന കേട്ടത്. അതിനുശേഷം ഞാൻ മറുപടി കൊടുക്കുകയാണ്. ഞാൻ ഈ മറുപടി കൊടുക്കുമ്പോൾ ഇവർ 2 പേരുടെ ഞാൻ 1-2 കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് വീണ്ടും സംസാരിക്കണം. അപ്പോൾ ആ സംഭാഷണം, കാരണം അവർ പറയാനുള്ള മുഴുവൻ ഞാൻ കേട്ടു, ആ 100 കാര്യങ്ങൾ ഞാൻ കേട്ടു. ഇനി അതിന് മറുപടി കൊടുക്കണ്ടേ? ഈ പറയാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ട് ഇവരോട് പറയാൻ ശ്രമിച്ചു. ഇവർക്ക് വ്യക്തമായ ഉത്തരം വചനത്തിൽ നിന്ന് അവർക്കൊരു നല്ലൊരു കാഴ്ചപ്പാട് കൊടുക്കാൻ ശ്രമിച്ചിട്ട് ഇവർ ഇടക്ക് കയറി പറയും. അവസാനം എനിക്കങ്ങ് ദേഷ്യം കയറി. ഞാൻ 2 പേരും പറഞ്ഞു, ഇച്ചിരി ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും ഒരു 10 മിനിറ്റ് മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ശബ്ദത്തോട് പറയണ ഇവർ ഞെട്ടിപ്പോയി. കാരണം നിങ്ങൾക്കൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ പറയണ്ടേ? അപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. അതിനുശേഷം അവരുടെ ആ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മറുപടി കൊടുത്തു, അവരത് അപ്ലൈ ചെയ്തു, അവർ വിടുതലും പ്രാപിച്ചു. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോസ്തലന്മാർ വന്നത് മുഴുവനും ക്ഷമയോടെ കേൾക്കാൻ ഈ സഭയിലുള്ള ആളുകൾ തയ്യാറായി. നമ്മൾ ഒരാളുടെ വിഷമം നമ്മൾ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ പകുതി പ്രശ്നം പരിഹരിക്കപ്പെടും. അതാണ് സത്യം. പകുതി പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കും. ഇവിടെ അവർ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോൾ 4-ാമത്തെ കാര്യം ആ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ ഒരുമനപ്പെട്ടു. കണ്ടോ? അപ്പോസ്തലന്മാരും ഈ വന്ന അപ്പോസ്തലന്മാരും സഭയിലുള്ള മറ്റ് ദൈവദാസന്മാരും സഭയിലുള്ള വിശ്വാസികളും ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ 2ആയി തിരിഞ്ഞു എന്നല്ല. ഇന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ 10 അഭിപ്രായമാണ്. എവിടെയുള്ള പ്രശ്നം അതാണ്. സഭയിൽ മാസയോഗത്തിന് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, ഇവിടെ ഉണ്ടാക്കണോ പുറത്തുനിന്ന് വാങ്ങണോ? അപ്പോൾ പല അഭിപ്രായമാണ്. ഞാനൊരു സഭയിലിരുന്നപ്പോൾ അവിടെ ഉള്ള സഭാ ജനങ്ങൾ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇറച്ചിയും മീനും ചിക്കനും കൊടുക്കണം. അപ്പോൾ വേറൊരാൾ പറഞ്ഞു ഇറച്ചി മാത്രം കൊടുത്താൽ മതി. അപ്പോൾ വേറൊരാൾ പറഞ്ഞു മീൻ മാത്രം കൊടുത്താൽ മതി. വേറൊരാൾ പറഞ്ഞു ചിക്കൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പല അഭിപ്രായമായി. ഞാൻ ഉറക്കെ പ്രസ്താവിച്ചു, ഇങ്ങനെ പല അഭിപ്രായങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, അല്പം ഇറച്ചിയും കുറച്ച് മീനും വാങ്ങി മറ്റ് കറികളും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. പ്രശ്നം തീർന്നു. ഒരഭിപ്രായം, ഒരു മനസ്സ്. എവിടെയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്? യേശു പറഞ്ഞു, ഈ ഭൂമിയിൽ വെച്ച് 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവ് അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ
ഇവർ പല മനസ്സിന്റെ ഉടമകളായില്ല, പല അഭിപ്രായത്തിലേക്ക് പോയില്ല, പല അഭിപ്രായങ്ങൾ പറഞ്ഞില്ല. നമുക്ക് റോമൻ ഭരണാധികാരികൾക്ക് പരാതി കൊടുക്കാം, യഹൂദ റബ്ബിമാർക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോകാമെന്നൊന്നും പറഞ്ഞില്ല. ഇവരെന്ത് ചെയ്തു? എല്ലാവരും ഒരൊറ്റ മനസ്സിന്റെ ഉടമകളായി. അവർക്കൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇതിനൊരു വിടുതൽ പ്രാപിക്കണം, ഇതിനൊരു മറുപടി ലഭിക്കണം, ഇതിനൊരു ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായേ പറ്റൂ എന്നവർ തീരുമാനിച്ച് അവർ ഒരുമനപ്പെട്ടു. അപ്പോൾ 4 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അവർ കേട്ടു. 4-ാമത്തെ കാര്യം, അവർ ഒരുമനപ്പെട്ടു, ഐക്യമത്യപ്പെട്ടു. 5-ാമത്തെ കാര്യം അവിടെ പറയുന്നത്, അവരെന്ത് ചെയ്തു? ദൈവത്തോട് നിലവിളിച്ചു. മനുഷ്യന്റെ അടുക്ക പോയി നിലവിളിച്ചെന്നല്ല, മനുഷ്യന്റെ അടുക്ക പോയി പരാതിപ്പെട്ടെന്നല്ല. ആദിമ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി കാണാൻ കഴിയുന്നത്. സഭ ഒരുപാട് പ്രതിസന്ധിയോട് പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയില്ല, കോടതിയിൽ ഹർജി കൊടുക്കാൻ പോയില്ല, ജാഥ വിളിക്കാൻ പോയില്ല, സമരം ചെയ്യാൻ പോയില്ല, ഗരാവോ ചെയ്യാൻ പോയില്ല. അവരെന്ത് ചെയ്തു? അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായി, കരയാൻ തയ്യാറായി, ഉപവസിക്കാൻ തയ്യാറായി. അവിടെ എല്ലാ പരാതികളും, അവിടെ എല്ലാ വേദനകളും, അവിടെ എല്ലാ ആവശ്യങ്ങളും ഉന്നതനായ ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കാൻ തയ്യാറായി. ഇന്നും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് സഭയുടെ റൂട്ടൊക്കെ മാറി. ഇന്ന് സഭ ഒരു പ്രശ്നം അഭിമുഖീകരിച്ചാൽ വേറെ പല പരിപാടികളായിട്ട് പോവുകയാണ്. ഇരുന്ന് പ്രാർത്ഥിക്കാൻ പലരും തയ്യാറല്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല, ക്ഷമയില്ല. അങ്ങനെ ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിലാണ് പ്രാർത്ഥിക്കുകയുള്ളൂ. ഇവിടെ ദൈവത്തിന്റെ സഭ, ആ സമൂഹം ചെയ്തതാണ്, ദൈവത്തോട് അവർ നിലവിളിച്ചു. മനുഷ്യനോടോ സംഘടനകളോടോ കോടതികളോടോ അവരോടും ഇവരോടും നിലവിളിക്കാൻ പോയില്ല. സർവശക്തനായ ദൈവത്തോട് അവർ നിലവിളിച്ചു. നിലവിളിച്ചിട്ട് അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഓടിച്ച് താഴോട്ട് നമുക്ക് വായിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്? 6-ാമത്തെ കാര്യം ഇവിടെ കാണാൻ കഴിയും. അവര് ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. അവരുടെ തോന്നിയ തോന്നൽ കൊണ്ട് പ്രാർത്ഥിച്ചില്ല, അവരുടെ അറിവ് കൊണ്ട് പ്രാർത്ഥിച്ചില്ല, അവരുടെ സ്വന്തം ചിന്തകളല്ല അവർ പ്രാർത്ഥിച്ചത്. അവര് എഴുതപ്പെട്ട വചനത്തിൽ ദൈവത്തിന്റെ ദാസന്മാർക്കും അഭിഷിക്തന്മാർക്കും ക്രിസ്തുവിനും എതിരായിട്ട് ഈ ലോകം കടന്നു വരുമ്പോൾ, അന്ധകാര ശക്തികൾ കടന്നു വരുമ്പോൾ ദൈവം ഉണർന്ന് പ്രവർത്തിക്കും എന്നൊരു വാഗ്ദത്തം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദത്ത വചനങ്ങൾ ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നാഥാ, എൻ്റെ കർത്താവേ, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സൗഖ്യത്തിന്, മറ്റു പല കാര്യങ്ങൾക്ക് ഇങ്ങനെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെ വാഗ്ദത്ത വചനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ വചനം വിട്ട് ദൈവത്തിന് പോകാൻ കഴിയില്ല. വചനം വിട്ട് ദൈവം ഇടത്തോട്ടും പോവില്ല, വലത്തോട്ടും പോവില്ല. ദൈവം വചനത്തെ മറക്കുന്നവനല്ല, വചനം ദൈവമാണ്. വചനം ഈ ജഡമായി തീർന്നവനാണ്. ആ ജഡമായി തീർന്ന ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് വചനത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ 6 കാര്യങ്ങൾ അവർ നിർവഹിച്ചുകൊണ്ട് ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കുടുംബങ്ങളുള്ള ബന്ധത്തിൽ, നമ്മുടെ വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഈ പറഞ്ഞ രീതിയിൽ
നമ്മളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ 100% ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മറുപടി ഉണ്ടാകും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകും, ദൈവത്തിന്റെ ധൈര്യം നമുക്ക് തരും, ദൈവം നമുക്ക് സൗഖ്യം തരും, ദൈവം നമുക്ക് വാതിലുകൾ തുറന്നു തരും, ദൈവം കരുതുന്ന കരുതലുകൾ നമുക്ക് തുറന്നു തരും, ദൈവം നമ്മളെ മാനിക്കും, ഉയർത്തും, ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് 100% ഉറപ്പായി എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ.